കുട്ടികളിൽ ഉണ്ടാകുന്ന ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത്. എന്റെ പേര് നീനു, ഹീലിയസ് ന്യൂറോ റിഹാബിലിറ്റേഷൻ സെന്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. ബ്രെയിനിന്റെ വളർച്ചക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഇത് ഒരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്. സാധാരണയിൽ കുറഞ്ഞ ബുദ്ധിവികാസവും ഡെയിലി ലിവിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലായ്മയുമാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഇതിന്റെ തീവ്രത നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് IQ ടെസ്റ്റ് നടത്തണം. നോർമൽ IQ 90 മുതൽ 110 വരെയായിരിക്കും നോർമൽ IQ വരിക. എന്നാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാളുടെ നമ്മൾ കണ്ടുവരിക 70 താഴെയായിരിക്കും IQ ലെവൽ കണ്ടുവരിക. ഈ IQ ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തന്നെ കാറ്റഗറൈസ് ചെയ്യുക. അതായത് മൈൽഡ്, മോഡറേറ്റ്, സീവിയർ, പ്രൊഫൗണ്ട് എന്നിങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. മൈൽഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നൽകി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. മോഡറേറ്റ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെയാണ്. അവർക്ക് ട്രെയിനിങ് ഇത്തിരി കൂടുതൽ നമ്മൾ നൽകേണ്ടി വരും. എന്നാൽ സീവിയറും പ്രൊഫൗണ്ടും ഒക്കെ ആകുമ്പോൾ അതിന്റെ ട്രെയിനിങ്ങിന് വ്യത്യാസം വരും. സീവിയർ ആയിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ട്രെയിനിങ് തന്നെ നൽകണം. പക്ഷെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വരില്ല. ചെറുതായിട്ട് ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡെയിലി ലിവിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, ഗ്രൂമിങ് ചെയ്യുക, ഇതൊക്കെ ഒരാളുടെ ഒരു സഹായത്തോട് കൂടിയിട്ടൊക്കെ അവർക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ പ്രൊഫൗണ്ട് കാറ്റഗറിയിലാവുമ്പോൾ അവർക്ക് എല്ലാത്തിനും അവരുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. തന്നെ ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും അവർക്ക് ഒരാൾ കൂടെ ഉണ്ടായിരിക്കേണ്ടി വരും ഈ പ്രൊഫൗണ്ട് കാറ്റഗറിയിൽ പെടുമ്പോൾ. ഇനി നമുക്ക് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുകയാണെങ്കിൽ ജനിതകപരമായ കാരണങ്ങൾ, അതായത് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോ ഇടയിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ പറയുന്നത് പ്രഗ്നൻസി സമയത്ത്, അതായത് അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അമ്മ നേരിടാം. അതായത് അമ്മ കഴിക്കുന്ന മരുന്നുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കാം. പിന്നെ അടുത്തതാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അമ്മ കഴിക്കുന്ന മരുന്നുകൾ, ആൽക്കഹോളിക്കിന്റെ അമിതമായ ഉപയോഗങ്ങൾ, ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഇവയൊക്കെ കുട്ടിക്ക് എഫക്ട് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഓക്സിജന്റെ അളവ് കുറയുക, പ്രസവ രീതിയിലുള്ള എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തതാണ് പ്രസവ ശേഷമുള്ള ബുദ്ധിമുട്ട്. കുട്ടിക്ക് അപസ്മാരം, മഞ്ഞപ്പിത്തം തുടങ്ങി തലച്ചോറിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് ഇവരിൽ ഡിലേ ആയിരിക്കും. അതായത് മോട്ടോർ ഡെവലപ്മെന്റ് ഡിലേസ് നമുക്ക് ആദ്യം നോക്കാം. ഒരു കുട്ടിക്ക് കറക്റ്റ് സമയത്ത് നടക്കുക, ഇരിക്കുക, അതുപോലെ ഓടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ ഡിലേ ആയിട്ടാണ് കണ്ടുവരുന്നത്. പിന്നീടാണ് വരുന്നത് സ്പീച്ച് ഡിലേ ഡെവലപ്മെന്റ്സ് വരാം. കോഗ്നിറ്റീവ് ഏരിയാസിലും ഡിലേ കാണപ്പെടും. അതായത് അറ്റൻഷൻ, പെർസെപ്ഷൻസ്, കറക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവ് കുറയുക, മെമ്മറി, ലാംഗ്വേജ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, പ്രോസസിംഗ് സ്പീഡ്, ക്രിയേറ്റിവിറ്റി, ഇതിലൊക്കെ ഇവർക്ക് ഡിലേ കാണപ്പെടാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇനി ഇവർക്കുള്ള മെയിൻ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ സ്കിൽസ്, സെൽഫ് കെയർ, ഹോം ലിവിംഗ്, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ്. അതായത് ഇവർക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം എന്നറിയില്ല. ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ഇടപെടലിൽ നിൽക്കാനൊന്നും ഇവർക്ക് പറ്റില്ല. അതിലൊക്കെ ഇവർക്ക് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യും. പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും പ്രയാസങ്ങൾ കാണും. സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനും ഇവരുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നീടാണ് ഇവർക്ക് ഈറ്റിങ്, ബ്രഷിങ്, ഡ്രസ്സിങ്, ടോയ്ലറ്റിങ്, ഗ്രൂമിങ്, ഇതിലൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇവര് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിലെ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് നൽകേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഹീലിയസുമായി സമീപിക്കാം.